പോലീസ് വകുപ്പ് എന്നത് കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധം എനിക്കില്ല. അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏതെങ്കിലും പോലീസ് മേധാവിയെ കണ്ടാൽ നിങ്ങൾ അന്വേഷിച്ചു. അതാ നല്ലത്. നമസ്കാരം. തത്വത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് എന്ന് പറയാം എന്നേ ഉള്ളൂ. എന്നാൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ അറിയാറില്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ചത്. മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഞെട്ടിക്കുന്ന ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞത്. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മനോരമയിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ FBയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് FB വക്താക്കൾക്ക് കുറിപ്പ് അയക്കുകയും വി.ഡി. സതീശന്റെ അഭിമുഖം FBയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് സംബന്ധിച്ച ചില സംശയങ്ങളാണ് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചത്. അതായത് തോൽവി മണത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് അവരുടെ അനുവാദത്തോടുകൂടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ FBയിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖം നീക്കം ചെയ്തത് എന്നാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് പരാതി അയച്ചിട്ടുണ്ടായിരുന്നു? ആരുടെ പരാതി പ്രകാരമാണ് ഫേസ്ബുക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിവാദമായ അഭിമുഖം നീക്കം ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. വി.ഡി. സതീശൻ ഇങ്ങനെ വായിൽ തോന്നുന്നത് പലതും വിളിച്ചു പറയുന്നുണ്ട്. അതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിക്കാറില്ല പോലീസുകാർ. അതുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും താൻ അറിയാറില്ല എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറയുമ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖം പോലും ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാർ മുതിർന്നു എന്ന് പറയുമ്പോൾ അതിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലേ എന്നുള്ളതാണ് ചില ആളുകൾ ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തോൽവി ഭയന്നുകൊണ്ടാണ് വി.ഡി. സതീശന്റെ ഇത്തരത്തിലുള്ള അഭിമുഖം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആരാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടത്? ആഭ്യന്തര വകുപ്പിന് എതിരെയുള്ള ഈ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലും ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഇനി ആരാണ് അക്കാര്യത്തിൽ അന്വേഷിച്ച് ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്തായാലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വി.ഡി. സതീശന്റെ ഒരു അഭിമുഖം മനോരമ ഫേസ്ബുക്കിൽ നിന്ന് കേരള പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. അതിലൊരു മറുപടി കേരള പോലീസ് പറയുന്നത് കമന്റുകളിൽ സംഘർഷം ഉണ്ടാകുന്ന കമന്റ്സ് എത്തുന്നതാണ്. അത്തരം നടപടി കേരള പോലീസിന്റെ നടപടി ശരിയാണ്? കേരള പോലീസിന്റെ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമല്ല. എനിക്കതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി പോലീസ് വകുപ്പ് എന്നത് കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധം എനിക്കില്ല. അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏതെങ്കിലും പോലീസ് മേധാവിയെ കണ്ടാൽ നിങ്ങൾ അന്വേഷിച്ചു. അതാ നല്ലത്.